നിങ്ങളെല്ലാവരും പലതരത്തിലുള്ള വീഡിയോസ് കാണാറുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ലൈവായിരിക്കും. ഇപ്പം ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ കാണുന്നവരുണ്ടാകും. ഇനി അതല്ല, അത് കാണാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ റെക്കോർഡഡ് വീഡിയോസ് കാണുന്നുണ്ടാവും. ഇനി അതൊന്നും അല്ലെങ്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ലൈവ് പോകുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഒത്തിരി പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്തായിരിക്കും, ഈ റെക്കോർഡഡ് വീഡിയോനെയും അതേപോലെ തന്നെ ലൈവിനെയും കമ്പയർ ചെയ്യുമ്പം ലൈവിൽ കുറച്ചുകൂടി പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ട് നമ്മൾ പൊതുവേ കാണാറുണ്ടല്ലേ. അപ്പം നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? ഒരു ലൈവായിട്ടുള്ള ഒരു സംഭവമാണോ, അത് ക്ലാസ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ലൈവാണോ പ്രിഫർ ചെയ്യുന്നത് അതോ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ആണോ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ മക്കളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജസ്റ്റ് ഒരു പേഴ്സണൽ പ്രിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പക്ഷേ നമ്മൾ മെജോറിറ്റി മക്കളും ചോദിക്കാറുള്ളത് മിസ് ലൈവ് ക്ലാസ് ഉണ്ടോ എന്നുള്ള കാര്യം. നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ കുട്ടികളും ചോദിക്കാറുള്ള മിസ് ലൈവ് ക്ലാസ് വേണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ലൈവായിട്ടൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾക്കതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വേഗം നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഏതിലുണ്ടാവും? നമ്മുടെ ലൈവ് ക്ലാസ്സിലുണ്ടാകും. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് എന്താണ് കുറച്ചുകൂടി ഇൻറ്ററാക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ലൈവ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനൊരു ബെനിഫിറ്റും ഉണ്ട്, അതിനങ്ങനൊരു പ്രശ്നമുണ്ട്. ലൈവായിട്ട് തന്നെ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി അതല്ല, ആ ലൈവിൻ്റെ തന്നെ റെക്കോർഡഡ് വേർഷൻ കാണുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റു കുട്ടികൾക്ക് ഉണ്ടായിരുന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലേ, നമുക്കതെന്താണോ ഇങ്ങനെയും ഒരു ചിന്ത വരാമായിരുന്നല്ലോ, ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇനി അതൊന്നും അല്ല, ചിലപ്പോൾ കുറച്ച് മക്കൾ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, ഈ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ തന്നെ കുറച്ച് പേർക്ക് എന്തായിരിക്കും റെക്കോർഡഡ് വീഡിയോസ് ആയിരിക്കും താല്പര്യം ഉണ്ടാവുക. അതെന്തുകൊണ്ടായിരിക്കും? കാരണം ഒന്ന് ലൈവ് അത് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുമ്പോഴേ അത് പറ്റുള്ളൂ. ചിലപ്പോൾ ആ ലൈവിൻ്റെ ടൈം എന്തായിരിക്കും, നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു സമയത്ത് വന്ന് നിങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കില്ല നിങ്ങൾ. കാരണം ഓരോ കുട്ടികളും ഓരോ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആണ്, നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടങ്ങളും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ചില മക്കൾക്ക് എന്താണ് ഇങ്ങനെ ഒരേ നേരം ഇരുന്ന് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകളായാലും എന്തായാലും അത് റെക്കോർഡഡ് ആയിട്ട് കാണുന്നതായിരിക്കും അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം. അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എന്താണ് ഫാസ്റ്റ് അടിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല, ഇപ്പം നമുക്ക് അറിയുന്ന ടോപ്പിക്കാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടമുള്ള സമയത്ത് നമുക്കിത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ലൈവ് ആയിക്കോട്ടെ റെക്കോർഡഡ് ആയിക്കോട്ടെ രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും നമ്മളുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ മുതൽ ഉണ്ടാകുന്നത് നമ്മളുടെ ബാച്ചിൽ. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്നി ബാച്ചിൽ എന്താണ്, നിങ്ങൾക്ക് കംപ്ലീറ്റ് നമ്മുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എല്ലാം തന്നെ ലൈവായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പോൾ നിങ്ങൾ SSLCയിൽ നിന്ന് നിങ്ങൾ +1 വരുമ്പോൾ എന്താണ്, നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണല്ലേ. ചാപ്റ്റേഴ്സ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമല്ല, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച മക്കളെ സംബന്ധിച്ചിടത്തോളം +1 +2 വരുമ്പം അതെന്താണ്, നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കാണ് പഠിച്ചത്. ഇനി നിങ്ങൾ വരുമ്പോൾ എന്താണ്, നിങ്ങൾ +1 വരുമ്പോൾ നിങ്ങൾ SCERTയിൽ നിന്ന് അല്ലെ, നമ്മുടെ സ്റ്റേറ്റ് ആയിരുന്നു ഇത്രയും കാലം നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് ഉണ്ടാക്കിയിരുന്ന ടെക്സ്റ്റ് ബുക്കും സിലബസിൽ നിന്നും മാറി നിങ്ങൾ എന്താണ് നാഷണൽ ബോർഡിലേക്ക് വരികയാണ്, അതായത് NCERTയിലേക്ക് വരികയാണ്. അപ്പോൾ NCERTയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഈ ബോർഡാണ് സാധാരണ CBSEയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ NCERTയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ലാംഗ്വേജ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിലെ കണ്ടൻറ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സൊക്കെ കണ്ട് നിങ്ങളിങ്ങനെ വണ്ടടിച്ചിരിക്കുന്നുണ്ടാവും, ദൈവമേ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് പഠിച്ചെടുക്കുക എന്നുള്ളത്. ഞാൻ കുറേ മക്കളായാലും തുടക്കത്തിൽ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ കുറേ പറഞ്ഞിട്ടുള്ള സയൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടാണ് അവർ ആ ബുദ്ധിമുട്ട് പറയുന്നതെന്ന് വിചാരിച്ചാൽ, ഈ SCERTയിൽ നിന്ന് NCERTയിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടിയിട്ടില്ല, ഒരു പ്രോപ്പറായിട്ട് അത് എങ്ങനെ പഠിക്കണമെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. തുടക്കത്തിൽ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ അയ്യോ എനിക്കിത് പറ്റണില്ല, എനിക്കിത് ഭയങ്കര ടഫായിരുന്നു, എനിക്കിത് വേണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് ഈ NCERT എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനും ഇതാണ് നമ്മുടെ ബേസിക്സ് ആയിട്ട് വരിക. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് പക്ഷേ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ബാച്ചിലെ ലൈവ് ക്ലാസ്സുകൾ. പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ചാപ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷേ ആ സിമ്പിൾ ചാപ്റ്റേഴ്സ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ SCERTയിൽ നിന്ന് നിങ്ങളുടെ NCERTയിലേക്കുള്ള ആ ഒരു ജമ്പിങ്
ഏറ്റവും സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മളത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്കത് ഏറ്റവും നിങ്ങളെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ ടോപ്പിക്കിലേക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈവായിട്ട് പഠിക്കുന്ന സമയത്ത് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്, മിസ് ഇത് എനിക്ക് കിട്ടണില്ല, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്കൊക്കെ ഒരു ട്രാൻസിഷൻ ഫേസ് ആണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേഴ്സണൽ ടെൻഷൻ ഉണ്ടാവുമോ, മിസ് എനിക്കിത് പഠിക്കാൻ പറ്റുമോ? മക്കളെ ധൈര്യമായിട്ട് നിങ്ങളിരുന്നോ, കാരണം അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ് മിസ്സ് നിങ്ങളെപ്പോലെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ആൻഡ് എനിക്കിതേപോലെ ഒരു ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ +1 നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഷ്ടപ്പാട് എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ ആരും തന്നെ മലയാളം മീഡിയം ആയിക്കോട്ടെ ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ, നിങ്ങൾ +1 വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നമ്മളെ ടീച്ചേഴ്സ് എല്ലാവരും അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ എന്താണ് പ്രശ്നം മനസ്സിലാക്കി നിങ്ങൾ ആ കോൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ മാറ്റി അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ടായിരിക്കും നമ്മളുടെ ലൈവ് ക്ലാസ്സുകൾ പോകുന്നത്. ഇനി അതല്ല, കുറച്ച് മക്കൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മിസ് ലൈവ് ക്ലാസ് കാണാൻ എനിക്ക് ചിലപ്പം പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ എനിക്കിങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ഒരു ശീലമില്ല. ചില മക്കൾ അങ്ങനെയാണ്, അവർക്ക് പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് പോകണം, കുറേ നേരം ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ക്ഷമ ഉണ്ടാവില്ല. അങ്ങനത്തെ കാറ്റഗറിയിലാണ് എൻ്റെ കുട്ടികൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതാവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേസിൽ നിങ്ങൾക്ക് സ്പീഡ് അടിച്ച് കാണാം, നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്സ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഉണ്ടാവുന്നതായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാവുന്നതായിരിക്കും. ഇനി അതിൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് എന്താണ് PDF ആയിട്ട് ലഭിക്കും. അതായത് ഇപ്പോൾ ചില മക്കളെ സംബന്ധിച്ചിടത്തോളം നോട്ട് എഴുതുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് നോട്ട്സ് എഴുതുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതണ്ട. കാരണം എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. ഇനി അതുമല്ല, നോട്ട്സ് ഇങ്ങനെ ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ വേണം അല്ലെ, മിസ്സിനൊക്കെ അങ്ങനെയാണ്. അതായത് എത്ര ഫോണിലുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കയ്യിലൊരു ബുക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ നോട്ടും ഞാൻ എഴുതി ശീലിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നമ്മളുടെ എക്സാമിൻ്റെ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ എന്തായിരിക്കണം, നേരത്തെ ജോയിൻ ചെയ്ത് ഈ 1000 സ്റ്റുഡൻസിൻ്റെ ഉള്ളിലായിരിക്കണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ എടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളുണ്ടാവും. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും എൻ്റെ മക്കൾക്ക് കിട്ടുന്നുണ്ടാകും. പിന്നെ നമ്മൾക്ക് ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടല്ലേ, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ SSLCയിൽ എഴുതിയതുപോലത്തെ എക്സാം ആയിരിക്കില്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിൽ കയറിയോ, നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഒരു സെൽഫ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ ഓണം എക്സാമിനും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനും ഒക്കെ മുൻപായിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ്, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ഉണ്ടാകും, എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മളുടെ അഗ്നി ബാച്ചിൽ. നിങ്ങൾക്ക് സയൻസ് ആണെങ്കിൽ സയൻസും ഉണ്ട്, അതുപോലെ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സും ഉണ്ട്. 5999 ആണ് നമ്മളുടെ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത്. ഇനി കുറച്ച് മക്കൾ ചിലപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നവർക്കാണെങ്കിൽ അറിയുണ്ടാവും, ഈ +1 +2ൻ്റെ സിലബസാണ് നമ്മുടെ നീറ്റ്, JEE, കീം പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ സിലബസ്. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൻ്റെ കൂടെ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യണം, അതിനുള്ള കോച്ചിങ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് JEE പോലത്തെ എക്സാമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ യോധ ബാച്ച് ഉണ്ട്. അപ്പം എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സാമിനറിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നിങ്ങൾ മിസ് ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്. നിങ്ങൾ എക്സാമിനറുടെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പോകും എന്ന് എൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ടുണ്ടാകും. ഓക്കെ.